പണ്ടുള്ളവർ പറയുന്നത് നമ്മൾ ആരെയും സഹായിക്കരുത്. അത് മനുഷ്യരെയായാലും മൃഗങ്ങളെയായാലും നമ്മൾ നല്ല മനസ്സോട്ട് സഹായിച്ചാൽ അവർ ചിലപ്പോൾ നമ്മൾ അവരെ ദ്രോഹിക്കാൻ ചെയ്യുന്നു എന്നേ വിചാരിക്കും. എൻ്റെ വീടിൻ്റെ സൈഡിലായിട്ട് ഒരു റംബൂട്ടാൻ മരമാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ കാക്കകൾ കൂട് കൂട്ടിയിരുന്നു. നമ്മൾ ചവറൊക്കെ തൂത്ത് കൂട്ടിയിരുന്നിടത്ത് ഇതാ ഇന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു കാക്ക കുഞ്ചി കിടക്കുന്നു കേട്ടോ. അച്ഛൻ കാക്കയും അമ്മ കാക്കയും ചുറ്റും തന്നെ ഇരുന്ന് കരച്ചിലോട് കരച്ചിട്ട് നല്ല പേടിയുണ്ടായിരുന്നു. ഞാൻ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ എന്നെ വല്ല ഉപദ്രവിക്കുമെന്ന്. എങ്കിലും രണ്ടും കൽപ്പിച്ച് ഞാനൊരു അഴുക്ക പാത്രം എടുത്ത് നന്നായി വൃത്തിയായി കഴുകിയെടുത്ത് വെള്ളം എടുത്ത് അതിൻ്റെ അടുത്തേക്ക് ചെന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്കുള്ള പേടിയൊക്കെ മാറി. ഞാൻ കുടിക്കാൻ വേണ്ടി എടുത്തു വെച്ച് കൊടുത്തപ്പോൾ ഒരു വിധത്തിൽ അത് കുടിക്കില്ല. എനിക്ക് തോന്നുന്നത് ഇതുപോലത്തെ ഒരു പാത്രത്തിൽ കുടിക്കില്ല. വല്ല കുടുവം പാത്രമായിരുന്നെങ്കിൽ ചിലപ്പോൾ കുടിച്ചനെന്ന് തോന്നിയിട്ട് ഞാൻ അങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. അപ്പോഴത്തേക്ക് അമ്മക്കാക്ക ദോൽ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോഴും മോൻ പറയുന്നുണ്ട് ഇതാ അടുത്തേക്ക് പറന്നെത്തുന്നു, അടുത്തേക്ക് പറന്നെത്തുന്നു. ഇതാ ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്ക് കുറച്ച് കുടിക്കുന്നുണ്ട്. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തപ്പോൾ കാക്ക വിചാരിച്ചിട്ടുണ്ടാകും ദ്രോഹിക്കാനാണെന്ന്. തള്ളക്കാക്ക അവിടെ ഇൻസ്പെക്ഷൻ വന്നു കേട്ടോ. എന്താ കൊടുത്ത് എന്താ ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. അതിനുശേഷം കരച്ചിലായിരുന്നു. എന്തൊരു കാക്ക വിളിയായിരുന്നെന്നറിയാമോ. അയൽവക്കക്കാരെ ചെവി അങ്ങ് പൊടിച്ചു. ശരിക്കും പറഞ്ഞാൽ ഈ കാക്കയെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് പേടിയായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിലൊരു പൂച്ച പോലും പിന്നെ വരാൻ പറ്റില്ലായിരുന്നു. അതിനെ പോലും ആക്രമിച്ചു കേട്ടോ. നല്ല രീതിയിൽ കൊത്തി അതിനെ ഒരു പരുവാക്കി ലാസ്റ്റ് ഒരു കല്ലെടുത്ത് എറിഞ്ഞാട്ടോ അതിനെ രക്ഷപ്പെടുത്തിയത്. ആരാണ് നമ്മളെ ദ്രോഹിക്കാൻ വരുന്നത്, ആരാണ് നമ്മളെ സഹായിക്കുന്നത് എന്നുള്ളത് മനുഷ്യർക്കായാലും മൃഗങ്ങൾക്കായാലും അത് ഇപ്പോഴും അറിയില്ല കേട്ടോ. ഇതിൻ്റെ കാക്ക കുഞ്ഞ് ചത്തുപോയി, ആരും നോക്കാനില്ലാത്തതുകൊണ്ട് തന്നെ.